നമുക്കിന്ന് രണ്ട് സ്പെഷ്യൽ ടൈപ്പ് മാട്രിക്സസ് പഠിക്കാം. Here A is equal to matrix 1, 2, 3. 2 minus 1, 4. 3, 4, 5. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഞാൻ എഴുതുന്നു. എ ഡാഷ്. ദാറ്റ് ഈസ് ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആക്കി മാറ്റുന്നു. 1, 2, 3. Again 2 minus 1, 4. Here third column 3, 4, 5. ഇവിടെ നോക്കി, എയും എ ട്രാൻസ്പോസ് രണ്ടും സെയിം മെട്രിക്സ് തന്നെയാണ് അല്ലേ? രണ്ടും ഐഡൻറ്റിക്കൽ മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ ഡാഷ് ഓർ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെയുള്ള മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സ് ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതിൻ്റെ ട്രാൻസ്പോസ് അതിനോട് തന്നെ ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ ഡാഷ്. ദെൻ ദ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സിമെട്രിക് മെട്രിക്സ്. നമുക്ക് ഈസി ആയിട്ട് സിമെട്രിക് മെട്രിക്സ്, ഏത് ഓർഡറുള്ള സിമെട്രിക് മെട്രിക്സ് എഴുതാൻ കഴിയും. ഒരു 2x2 ഓർഡറുള്ള സിമെട്രിക് മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു 1, 2. ഈ എലിമെൻ്റ് തന്നെ വേണം ഇവിടെ വരേണ്ടത്. 2 ഡയഗണൽ എലിമെൻറ്റ്സ് ഏത് വേണമെങ്കിലും. ഇനി മറ്റൊരു മെട്രിക്സ് എഴുതാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0, 1, 3, -1, 0, 4, -3, -4, 0. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുന്നു. എ ഡാഷ്. ദാറ്റ് ഈസ് 0, -1, -3. സെക്കൻഡ് റോ, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയിട്ട് മാറും. 1, 0, -4. ദെൻ തേർഡ് റോ, തേർഡ് കോളം തേർഡ് റോ ആയിട്ട് മാറുന്നു. 3, 4, 0. ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ 0, -1, -3, ഇവിടെ 0, 1, 3 ആണ്. ഒരു മൈനസ് അധികമാണ്. അതേപോലെ സെക്കൻഡ് റോയിലും -1, 0, 4, 1, 0, -4. അവിടെ ഒരു മൈനസ് കൂടുതലാണ്. മൈനസ് കോമൺ എടുക്കാം. 3, 4, 0. ഇവിടെ -3, -4, 0. ഇങ്ങനെയാണെങ്കിൽ ഈ എല്ലാ എലിമെൻസിൽ നിന്നും ഒരു -1 കോമൺ എടുത്താൽ -1 ഇൻറ്റു മെട്രിക്സ് 0, 1, 3, -1, 0, 4, -3, -4, 0. ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് ഈ മെട്രിക്സ് എ തന്നെയാണ്. നോക്കിയാൽ മനസ്സിലാവും. 0, 1, 3, -1, 0, 4, -3, -4, 0. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. -1 ഇൻറ്റു എ, ദാറ്റ് ഈസ് -a. അപ്പോൾ ഇവിടെ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള മെട്രിക്സിന് നമ്മൾ മറ്റൊരു പേര് പറയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇസ് ഈക്വൽ ടു -a. ആദ്യം നമ്മൾ പഠിച്ചത് സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്താണെന്നറിയാം. എ ഡാഷ് ഇസ് ഈക്വൽ ടു എ. ഇഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ, ദ മെട്രിക്സ് ഈസ് സിമെട്രിക് മെട്രിക്സ്. ആൻഡ് എ ഡാഷ് ഇസ് ഈക്വൽ ടു -a, ദ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇനി നോക്കിയേ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം സീറോസ്.
ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം എപ്പോഴും 0 ആയിരിക്കണം. ബാക്കിയുള്ളത് സിമെട്രിക്. അതേ പൊസിഷനിൽ ഇവിടെ ഒരു ഡയഗണലിൽ ഒരു മിറർ വെച്ചാൽ അതിൻ്റെ ഇമേജ് റിഫ്ലക്റ്റ് ചെയ്യുമ്പം കിട്ടുന്ന എലിമെൻറ്റ്സ് അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സിൽ ഇവിടെ ഒരു മിറർ വെച്ചാൽ കിട്ടുന്നതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. പക്ഷേ സ്ക്യൂ സിമെട്രിക്സിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മെട്രിക്സാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇനി നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Here, let A be a square matrix. Then prove that 1. A plus A transpose is symmetric matrix. 2. A minus A dash or A minus A transpose is skew symmetric matrix. 3. A dash and A dash A are symmetric matrices. നമുക്ക് ജനറൽ പ്രൂഫാണ്. എക്സാമ്പിൾ എടുക്കാതെ തന്നെ ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എ എന്നുള്ളത് എനി സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ A പ്ലസ് A ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു മെട്രിക്സും സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുക, അത് അതേ മെട്രിക്സ് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ജനറലൈസേഷൻ. അതായത് ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ട്രാൻസ്പോസ് കണ്ട് അത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യുക. അതേപോലെ സ്ക്യൂ സിമെട്രിക് ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ട്രാൻസ്പോസ് കാണുക, അത് മൈനസ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇതാണ് ജനറൽ റൂള്. അതനുസരിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, A പ്ലസ് A ഡാഷ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്പോസ്, that is A plus B the all dash. You know, A plus B the all dash is A dash plus B dash. Hence, A dash plus B ഇവിടെ A dash, that is B dash. A dash, B എന്നുള്ളത് A dash ആണ്, അതിൻ്റെ ഡാഷ് ട്രാൻസ്പോസ്, that is A dash plus A dash the all dash നമുക്കറിയാം. ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയാണ് A dash the all dash A. It is A dash plus A. But A plus B is equal to B plus A. That is equal to A plus A dash. A plus A dash the all dash എന്തെന്ന് കിട്ടി? A plus A dash. Therefore, A plus A dash is symmetric. A plus A dash is symmetric matrix. Then second one. അത് A minus A dash സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്കിൽ അവിടെയും നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസാണ് കാണേണ്ടത്. A minus A dash the all dash. A minus A plus B the all dash പോലെ തന്നെയാണ് A plus minus A dash the all dash ആണ്. A minus B the all dash, A dash minus B dash, A dash minus A dash the all dash. That is A dash minus A dash the all dash. ഇവിടെ എഴുതിയ പോലെ തന്നെ A dash മൈനസ് എന്ന് കിട്ടി, ഇതല്ല കിട്ടിയത്. നമുക്കൊരു മൈനസ് കോമൺ എടുത്താൽ ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് A minus A dash. That is A minus A dash in the transpose minus of that matrix, that is minus of A minus A dash. Therefore, A minus A dash is skew symmetric. A minus A dash skew symmetric matrix ആണെന്ന് കിട്ടി. അതേപോലെ ഇതിൻ്റെ തേർഡ് പാർട്ട് A dash, അത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. A ഡാഷിൻ്റെ ട്രാൻസ്പോസ്, ഇവിടെ A ആയിട്ടും A ഡാഷ് B ആയിട്ടും എടുത്താൽ A B the all dash,
ബി ഡാഷ് ഇൻറ്റു എ ഡാഷ്. റിവേഴ്സലാണ്. ദറ്റ് ഈസ് ബി ഡാഷ് ഇവിടെ എ ഡാഷ് ദ ഹോൾ ഡാഷ് ഇൻറ്റു എ ഡാഷ്. ദറ്റ് ഈസ് എ ഡാഷ് ദ ഹോൾ ഡാഷ് എ ഇൻറ്റു എ ഡാഷ്. That is a dash the whole dash is a dash. Therefore, same matrix negative. Therefore, a dash is symmetric. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എ ഡാഷ് ഇ ദ ഹോൾ ഡാഷ്. ദറ്റ് ഈസ് എ ഡാഷ് ദ ഹോൾ ഡാഷ് എ ഡാഷ്. That is a into dash. Therefore, തിരിച്ചാണ് വരുന്നത്. എ ഡാഷ് റിവേഴ്സ് ഓർഡറാണ്. എ ഡാഷ് ഇൻറ്റു എ ഡാഷ് എ ഡാഷ്. ദറ്റ് ഈസ് എ ഡാഷ് ഇൻറ്റു എ. എ ഡാഷ് ഇൻറ്റു എ ദ ഹോൾ ഡാഷ്. ദറ്റ് ഈസ് എ ഡാഷ് എ. ദറ്റ് ഈസ് therefore A transpose A is symmetric. ഓക്കെ, അടുത്ത് നമുക്ക് മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. It is prove that every square matrix can be expressed as the sum of a symmetric matrix and a skew symmetric matrix. ഇതൊരു ഫേമസ് പ്രോബ്ലം ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ട് അതിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊരു സ്ക്വയർ മെട്രിക്സും ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. എനി സ്ക്വയർ മെട്രിക്സ്, ഇറ്റ് ഈസ് എ ബി എനി സ്ക്വയർ മെട്രിക്സ്. ഇതിനെ നമുക്ക് രണ്ട് മെട്രിക്സുകളുടെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ അത് പിയും ക്യൂ എന്ന് എടുക്കാം. അതിൽ ഒന്നാമത്തെ മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും, രണ്ടാമത്തെ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. മാത്രമല്ല ഇത് ഒരേ രീതിയിൽ മാത്രമേ രണ്ട് മെട്രിക്സുകളുടെ സമ്മായിട്ട് ഇതിനെ എഴുതാൻ കഴിയുള്ളൂ. ഒന്ന് സ്ക്യൂ സിമെട്രിക്കും ഒന്ന് സ്ക്യൂ സിമെട്രിക്കും വരുന്ന രണ്ട് മെട്രിക്സുകളുടെ സമ്മായിട്ട് ഒരേ ഒരു രീതിയിൽ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. യുണീക്ക്നെസ്സും ഉണ്ട്, അത് നമുക്കിവിടെ വേണ്ട, പ്രൂവ് ചെയ്യേണ്ട. യുണീക്ക്ലി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് യഥാർത്ഥ തിയറം. ഇവിടെ യുണീക്ക്നെസ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട, ഒരേ ഒരു രീതിയിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. എ ഇസിക്കൽ ടു പി പ്ലസ് ക്യൂ എന്ന് എടുക്കുന്നു. നമുക്ക് ഇവിടെ പി എന്നുള്ള സിമെട്രിക്കും ക്യൂ എന്നുള്ള സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ആ പി നമ്മളങ്ങ് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ലെറ്റ് എ ബി ദ സ്ക്വയർ മെട്രിക്സ്. ലെറ്റ് എ ബി ദ സ്ക്വയർ മെട്രിക്സ്. എ ബി എനി സ്ക്വയർ മെട്രിക്സ്. ഇനി നമുക്ക് രണ്ട് മെട്രിക്സുകളിൽ ഡിഫൈൻ ചെയ്യുന്നു. പി എന്നുള്ള മെട്രിക്സ് നേരത്തെ കണ്ടു, പി പ്ലസ് ക്യൂ എന്ന് എഴുതാം എന്നാണ് കണ്ടത്. ആ പി ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. പി ഇസിക്കൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ഡാഷ്. 1/2 ഇൻറ്റു എ പ്ലസ് എ ഡാഷ്. ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ മൈനസ് എ ഡാഷ്. നോക്കാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പി ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നും ക്യൂ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. മാത്രമല്ല പിയും ക്യൂടെ ആഡ് ചെയ്താൽ എ കിട്ടുകയും ചെയ്യണം. നോക്കാം. പി ഡാഷ് ഇതിൻ്റെ ട്രാൻസ്പോസ് 1/2 ഇൻറ്റു എ പ്ലസ് എ ഡാഷ്. ഇതിൻ്റെ ഡാഷ്. ഈ 1/2 സ്കെയിലാറാണ്, കെ പോലെയാണ്. കെ ഇൻറ്റു എ ട്രാൻസ്പോസ്, കെ ദ ഹോൾ ട്രാൻസ്പോസ്, ദറ്റ് ഈസ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. 1/2 അതുകൊണ്ട് ഇതിന് വെളിയിലെടുക്കാം. ദറ്റ് ഈസ് എ പ്ലസ് എ ഡാഷ്. ഇനി ഇത് എ പ്ലസ് ബി ദ ഹോൾ ഡാഷ്. ഇറ്റ് ഈസ് 1/2 ഇൻറ്റു എ ഡാഷ് പ്ലസ്
a dash the whole dash. That is equal to 1 by 2 into a dash plus a dash the whole dash a itself. That is 1 by 2 into a plus a dash. അതെന്ത് തന്നെ കിട്ടും? 1 by 2 into a plus a dash p തന്നെയാണ്. ദിസ് ഈക്വൽ ടു പി itself. ഇപ്പോൾ പി ഡാഷ് ഇസ് ഈക്വൽ ടു പി. Therefore p is symmetric. P is symmetric. Symmetric matrix. ഇനി നമുക്ക് Q നോക്കാം. Q dash 1 by 2 into a minus a dash the whole dash. ഇവിടെ ചെയ്തപോലെ സ്കെയിലാർ 1 by 2 വെളിയിലെടുക്കാം. 1 by 2 ഇത് സ്കെയിലാർ a minus 1 by 2 into a minus a dash the whole dash. That is 1 by 2 into a dash minus a dash the whole dash. That is 1 by 2 into a dash minus a. Minus common എടുത്താൽ minus 1 by 2 into a minus a dash. 1 by 2 into a minus a dash q ആണ്. മൈനസ് that is minus q. Therefore q is skew symmetric. This q is a skew symmetric matrix എന്ന് കിട്ടി. ഇനി നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. പിയും ക്യൂ, പി പ്ലസ് ക്യൂ. പി പ്ലസ് ക്യൂ 1 by 2 രണ്ടിലും കോമൺ. എ പ്ലസ് എ ഡാഷ് പ്ലസ് എ മൈനസ് എ ഡാഷ്. എ ഡാഷ് മൈനസ് എ ഡാഷ് 1 by 2 into a plus a 2a. 1 by 2 into 2a. That is ഇപ്പോൾ പി പ്ലസ് ക്യൂ എന്നുള്ളത് എ ആണ്. അവിടെ പിയും ക്യൂവും പി സിമെട്രിക് മെട്രിക്സും ക്യൂ സ്ക്യൂ സിമെട്രിക് മെട്രിക്സും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും രണ്ട് മെട്രിക്സുകളുടെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതിലൊന്ന് സിമെട്രിക് ആയിരിക്കും, രണ്ടാമത്തത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം.